ഐ സിറംസും അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീംസും ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് സത്യത്തിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ വർക്കാവും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അണ്ടർ ഐയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഡ്രൈനെസ് ആയിരിക്കും, ചിലപ്പോൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ആയിരിക്കും, ചിലപ്പോൾ പിഗ്മെന്റേഷൻ ആണ്. പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ, അതായത് നോർമലി നമുക്കൊരു പിഗ്മെന്റേഷൻ ക്ഷീണം കാരണം, അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കുഴി അകത്തോട്ടിരിക്കുന്ന കാരണം, നമ്മുടെ വെയിൻസിന്റെ പ്രോമിനൻസ് കാരണമൊക്കെ ഈ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമോ റെറ്റിനോളിന്റെ ക്രീം യൂസ് ചെയ്താൽ ഒരു പരിധി വരെ മാറ്റാനായിട്ട് പറ്റും. അതല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റണമെങ്കിൽ വിറ്റാമിൻ സിയുടെ അണ്ടർ ഐ സിറംസ് ഒന്നും അധികം വർക്ക് ചെയ്യാനായിട്ട് പോകില്ല. ഇത് നിങ്ങൾക്ക് ബൈ ബർത്തിലേ ഉള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് ആണെങ്കിൽ. പക്ഷെ പെട്ടെന്ന് വന്നൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി അടങ്ങിയ അണ്ടർ ഐ ക്രീംസ്, അതുപോലെ തന്നെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി 3 ടൈംസ് റെറ്റിനോളിന്റെ അണ്ടർ ഐ ക്രീംസ് ഒക്കെ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, റെറ്റിനോൾ 23 ഏജിന് എബോൾ ആൾക്കാരാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡോട്ടാണ് കമന്റ് ബോക്സിലേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.